ഇന്ന് നമ്മൾ തെങ്ങിൻ്റെ പരിചരണം എങ്ങനെയാണെന്നാണ് ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടു തന്നെ കേട് വന്നിട്ടുള്ളത്, അതായത് ഈ ചെള്ളം കുത്തിയിട്ടുള്ളതാണ്. ഈ ഓലയൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ കത്തര വെച്ച് വെട്ടിയ പോലെ കണ്ട. അപ്പോൾ ഇത് എങ്ങനെ വന്നാൽ മാറ്റാം, വരാതിരിക്കുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം മഴക്കാലത്ത് തെങ്ങിൻ തൈയിൻ്റെ കടക്കിലൊക്കെ നമ്മൾ പുല്ലും അതൊക്കെ വലിച്ചിട്ടിട്ട് നമ്മൾ മൂടിയിടും ഒരു തണവ് കിട്ടാനായിട്ട്. അത് നമ്മൾ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാന്തിയിട്ട് നമ്മൾ തടെടുക്കൂല, നനയ്ക്കാനായിട്ട് തടെടുക്കും. അപ്പോൾ ആ കടക്കിൽ അങ്ങനെ നനവിൽ പുല്ലും ഇതൊക്കെ കിടന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് കുഴപ്പമില്ല. പക്ഷെ വേനലാവുമ്പോൾ എന്തുണ്ടാവും, അതിൽ ഈ ചെള്ളൻ അതിലിരിക്കും. ഒരു പുഴു ഉണ്ട്, വെളുത്തൊരു പുഴു, നമ്മൾ ചാണത്തിലൊക്കെ കാണില്ലേ, അങ്ങനത്തെ പുഴു. അതാണ് ഈ വണ്ടായി മാറുന്നത്. അത് ഇതിൻ്റെ കടക്കിൽ വന്നിരുന്ന് കുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം ഒഴിവാക്കുക, ഒന്നാമത്. രണ്ടാമത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ്. അതായത് വെണ്ണീർ, പിന്നെ മണൽ, തരിയുള്ള മണ്ണ്, പിന്നെ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ഇത്തിരി വെള്ളം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴമ്പ് പോലെയാക്കുക. ഇങ്ങനെ കുഴമ്പ് പോലെയാക്കിയിട്ട് നമ്മൾ ഇത് ഓരോന്നും ഇതിൻ്റെ ഇങ്ങനത്തെ ചെറിയ കുരലിട്ട്, ഇപ്പോൾ വലുതായി ഇങ്ങനത്തെ ചെറിയ കുരലിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. തൈ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് വരില്ല. കാരണം ഇങ്ങനെ മണലിടുമ്പോൾ അല്ലെങ്കിൽ മണ്ണൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോവും. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് എനിക്ക് അങ്ങനെ ചെറുതിൽ അങ്ങനെ ആയിരുന്നു. ഞാനിപ്പോൾ ഇതങ്ങനെ ആക്കിയപ്പോൾ ഇതിന് യാതൊരു കേടുമില്ല. കണ്ട, നല്ല ഉഷാറായിട്ട് ഇപ്പം എല്ലാ പട്ടയും ഇങ്ങനെ കത്തര വയ്ക്കാത്ത പോലെ നല്ല ഭംഗിയിലാണ് നിൽക്കണേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടിപ്പ്. ഇനി വേറെ ഒരെണ്ണുള്ളത്, നമ്മൾ ഉപ്പുണ്ടല്ലോ, കല്ലുപ്പ് ഇതുപോലെ നല്ല മഴക്കാലത്ത് നമ്മൾ ചെയ്താൽ മതി. കല്ലുപ്പ് വാരിയിട്ട് ഒരു മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് ഇതിൻ്റെ ചെറിയ തെങ്ങായിരിക്കുമ്പോൾ കുരലിലിട്ട് നമുക്ക് എത്തുന്ന ദൂരം ഇപ്പോൾ ഒരു ലാഡറൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്താലും ഇതിൽ ഈ ചള്ളം കുത്തൽ കുറയും. പിന്നെ മെയിൻ കാര്യം, ഇതിൻ്റെ കടക്കിൽ വേനൽക്കാലത്ത് ഇങ്ങനെ നനഞ്ഞു കൂടി ഇടരുത്. തടെടുത്തിട്ട് നമുക്ക് നീക്കി വരമ്പ് പോലെ ഇടാം, എന്നിട്ട് ഇട്ട് കൊടുക്കാം. നേരെ കടക്കിലിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ അത് കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുക. അപ്പോൾ അതെന്ത് ചെയ്യണം, പിറ്റേ ദിവസം പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അതൊന്ന് നന്നായിട്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട്, പകുതിയും കൂടി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കരളിൽ കൂടെ അങ്ങോട്ട് കപ്പ ഒഴിച്ച് കൊടുത്താൽ, അതായത് മാസത്തിലൊരിക്കൽ അതും ചെയ്യുക. ഈ പറഞ്ഞ മണലും ഇതൊക്കെ മിക്സ് ചെയ്ത് ചെയ്താൽ നമ്മുടെ തെങ്ങിനെ ഒരു 90% കീടങ്ങളിൽ നിന്നും ഈ കുത്തുകളിൽ നിന്നൊക്കെ ഒഴിവാക്കാം. അപ്പോൾ തെങ്ങ് നല്ല ഭംഗിയായിട്ട് വരും. ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൻ്റെ അടിപ്പട്ടകളുണ്ടല്ലോ, അപ്പം ഇങ്ങനെയുള്ള അടിപ്പട്ടകൾ നമ്മൾ വെട്ടിക്കളയുക. അങ്ങനെ വെട്ടിക്കളയുമ്പോൾ അതിന് നന്നായി വെയിലും അങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ വെട്ടിയിട്ട് തെങ്ങിനെ നല്ല വൃത്തിയായി നിർത്തി കഴിഞ്ഞാൽ തെങ്ങ് നല്ല ബെസ്റ്റായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കേ.